ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ്. നമ്മുടെ ഡെയിലി റൊട്ടീനിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദോശപ്പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 1/4 ടീസ്പൂണിലും കുറഞ്ഞ അളവിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓണിൽ തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ പാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഈവൺ ആയിട്ട് ഓയിൽ ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം പാനിലേക്ക്. അപ്പോൾ നല്ല ഈവൺ ആയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച പോലെ നല്ല രീതിക്ക് തന്നെ പാനിലൊക്കെ ഓയിൽ സ്പ്രെഡായി കിട്ടും കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ വീടുകളിലൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളമൊക്കെ ഓയിൽ നമ്മൾ ഒഴിച്ച് തീർക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്കത് 1/4 ടീസ്പൂണിലും കുറഞ്ഞ ഓയിലിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി നല്ല ടേസ്റ്റി ആയിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹോട്ടലിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ നല്ല പരത്തി ഒഴിച്ച് നമുക്ക് വലിയ വലിയ ദോശകൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഒരുപാട് ഓയിൽ ഒഴിച്ച് നമുക്ക് ഓയിലൊക്കെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഡയറ്റിലിരിക്കുന്നവർക്കൊക്കെ ധാരാളമായിട്ട് ഇനി മുതൽ ദോശയും കഴിക്കാം കേട്ടോ. സാധാരണഗതിയിൽ ഡയറ്റിലിരിക്കുന്നവർ ദോശ കഴിക്കാറില്ല. കാരണം ഒരുപാട് ഓയിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കുറഞ്ഞ ഓയിൽ ചിലവേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനൊരു കയ്യിൽ ഫോൺ വെച്ചത് കൊണ്ടാണ് ഞാൻ ചെറിയ ദോശയൊക്കെ എടുത്തത്. നല്ല മാവ് ഒഴിച്ച് നമുക്ക് നല്ല വലിയ വലിയ ദോശകൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറഞ്ഞ ഓയിൽ ചിലവിൽ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. കുറഞ്ഞ ഓയിലേ നമുക്ക് ചിലവാവുള്ളൂ. അധിക പേര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നവരാണ്. അപ്പോൾ ഇനി ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കുറഞ്ഞ ഓയിലിൽ ദോശ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിനും അത് തന്നെയാണല്ലോ നല്ലത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുറഞ്ഞ ഓയിലിൽ ദോശ കിട്ടിയിട്ടുണ്ട്. അത്ര തന്നെ നല്ല ടേസ്റ്റുമാണ്. ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 ലിറ്ററോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ക്ലിനിക് പ്ലസ് ഷാമ്പു ആണ്. ₹1 മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒരു പാക്കറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിലും ഞാനിവിടെ ശരിക്കും 1/2 പാക്കറ്റ് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. 1 ലിറ്റർ വെള്ളമാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കറ്റ് മൊത്തമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1/2 സാഷേ മാത്രമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ആ വെള്ളമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ വെള്ളം ലൂക്ക് വാം ആയിരിക്കണം കേട്ടോ. ഒരുപാട് തണുത്ത വെള്ളം ആകരുത്. ലൂക്ക് വാം വാട്ടറാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്ലിനിക് പ്ലസ് ഷാമ്പു നന്നായിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് വെള്ളത്തിൽ ഡൈല്യൂട്ടായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് യൂസ് ഉണ്ട് നമുക്ക് ഈ ഒരു വെള്ളം കൊണ്ട്. അപ്പോൾ നമ്മുടെ ക്ലിനിക് പ്ലസ് ഷാമ്പു ഒക്കെ നന്നായിട്ട് ഡൈല്യൂട്ടായി ആ ഒരു സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ 2 ബോട്ടിലേക്കായിട്ട് ഇത് ഒഴിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള സൊല്യൂഷൻ ഞാനൊരു ഹാൻഡ് വാഷ് ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ മീനൊക്കെ കഴുകി അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് ഒക്കെ കഴുകിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഒരു ബാഡ് സ്മെല്ലുണ്ടാകും. അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മീനൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഈ ഹാൻഡ് വാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മീൻ കറി വെച്ചിട്ടോ അല്ലെങ്കിൽ മീനൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിലൊക്കെ വല്ലാത്ത സ്മെല്ലായിരിക്കും. നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കൈ കഴുകിയതിന് ശേഷം ഈ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലുള്ള അഴുക്കും കാര്യങ്ങളും എണ്ണമഴുക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ക്ലിനിക് പ്ലസ് ഷാമ്പു സൊല്യൂഷൻ അത്രയ്ക്ക് നല്ല യൂസേജാണ്. അപ്പോൾ ഈ ഒരു ക്ലിനിക് പ്ലസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഞാനൊരു ന്യൂസ് പേപ്പറിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പ് നന്നായിട്ടൊന്ന് ന്യൂസ് പേപ്പറിലാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ന്യൂസ് പേപ്പറും നമ്മുടെ ക്ലിനിക് പ്ലസ് ഷാമ്പൂയുടെ സൊല്യൂഷനൊക്കെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു മണവും ഉണ്ടാവും നമ്മുടെ കിച്ചണിൽ. എണ്ണമഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നമ്മളൊരു മീൻ ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൈ ചെയ്തോ കുക്കിംഗ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഈ ഒരു ഷാമ്പൂയുടെ സൊല്യൂഷൻ നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പറിൽ അപ്ലൈ ചെയ്ത് വൃത്തിയാക്കുന്നത് കൊണ്ട് നല്ല വൃത്തിയാവുകയും ചെയ്യും. ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടി നല്ലൊരു സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ വെറും 1 രൂപ ചിലവിൽ നമുക്ക് 2 ആഴ്ചത്തോളം നമുക്ക് ഈ ഒരു 1/2 ലിറ്റർ വെള്ളം കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മുടെ കിച്ചൺ നല്ല മണമുള്ളതാക്കി മാറ്റാനും പറ്റും, നല്ല വൃത്തിയുള്ളതാക്കാനും പറ്റും കേട്ടോ. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഷാമ്പൂയുടെയൊക്കെ സ്മെല്ല് പാറ്റകൾക്കൊക്കെ ഇഷ്ടമില്ലാത്തതായതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകൾക്കോ അതുപോലെ തന്നെ നമ്മളിതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഈ ഒരു ക്ലിനിക് പ്ലസ് ഷാമ്പൂ സൊല്യൂഷൻ കൊണ്ട് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ പല്ലി, പാറ്റ അതിനൊക്കെ ഈ ഒരു നല്ല സ്മെല്ലൊന്നും അവർക്ക് ഇഷ്ടമില്ലാത്തതായതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തേക്ക് പോലും വരികയില്ല കേട്ടോ, പല്ലിയും പാറ്റയും. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലുള്ള എണ്ണക്കറിയും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഒരുപാട് യൂസൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടി നല്ല വൃത്തിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മുടെ കിച്ചൺ തന്നെ നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമായൊരു കിട്ടുന്ന ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഷാമ്പൂ സൊല്യൂഷൻ ബാക്കി ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ആദ്യം ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് ഞാനിതാ ഈ ഒരു അളവിൽ കുറച്ചുകൂടി ക്ലിനിക് പ്ലസ് ഷാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടെ നമുക്ക് എത്രത്തോളം വെള്ളമാണോ ആവശ്യം അത് ഒഴിച്ച് കൊടുക്കാം. ഞാനിതാ ചെറിയൊരു അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ആ ഷാമ്പൂ ഒക്കെ ഡൈലൂട്ട് ആകത്തക്ക രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ പത വരുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാലറിയാം. എന്നിട്ട് നമുക്കിതുപോലെ നമ്മുടെ വീട്ടിലേക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ടാവും, നമുക്കത് ഒന്നും മെഷീൻ വാഷ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണഗതിയിൽ അതൊക്കെ ഡ്രൈ ക്ലീനിങ്ങിനാണ് കൊടുക്കാറ്. അതിന് പകരമായിട്ട് നമുക്കിത് 1 രൂപയുടെ ഷാമ്പൂ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ റെഗുലർ യൂസ് ചെയ്യാൻ പറ്റാത്ത വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് എപ്പോഴും വാഷ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നല്ല വിയർപ്പ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഷാമ്പൂ കൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. പിന്നീട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ വിയർപ്പ് സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല. നല്ല നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കൊടുത്ത് ഒരുപാട് പൈസ ആക്കി ചിലവാക്കുന്നതിനേക്കാളും നല്ലത് 1 രൂപ ചിലവിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നന്നായിട്ട് നമ്മുടെ ഇതുപോലെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കേണ്ട വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതുപോലെ കളർ പോകുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന ആ ഒരു ബീഡ്സും കാര്യങ്ങളൊന്നും കേടുകൂടാതെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് നമ്മുടെ ഡ്രസ്സ് പുതുതായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല പ്രയോജനകരമായ ഒരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഉള്ളി അരിയുന്ന സമയത്ത്, സവോള അരിയുന്ന സമയത്ത് കണ്ണിലൊക്കെ ഒരുപാട് വെള്ളം വരിക എന്നുള്ളത്. എനിക്ക് ആ തോല് കളയുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരുപാട് പേർക്ക് തോല് കളയുമ്പോൾ തന്നെ കണ്ണിൽ വെള്ളം വരുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ തോലൊക്കെ കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ തോല് കളയുമ്പോഴേ ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ തോലോട് കൂടി തന്നെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ സവോള ഇതുപോലെ എടുത്ത് അരിയുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കണ്ണിൽ നിന്ന് സവോള അരിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വെള്ളം വരൽ ഉണ്ടാവില്ല കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മൾ ഒരുപാട് സവോളയൊക്കെ അരിയുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കണ്ണിൽ വെള്ളം വരാണ്ട് സവോളയൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഈ ഒരു അളവിലേക്ക് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാനുള്ളത് ഇടികല്ലാണ്. ഞാനൊരു ഇടികല്ലാണ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഇടിക്കുന്ന ആ ഒരു സംഭവമാണെങ്കിലും നമുക്ക് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു ഇടികല്ലിൻ്റെ അടിഭാഗമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കുക്കറിലേക്ക്. ഇനി നമുക്ക് നമ്മുടെ കുക്കറൊന്ന് മൂടി വയ്ക്കാം. കുക്കർ മൂടി വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള ആ വെയിറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം. അത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് സമയം നന്നായിട്ട് ആ കുക്കറിൻ്റെ മുകളിലൊക്കെ ഒന്ന് ചൂട് വരുന്നത് വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ആ കുക്കറിൻ്റെ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ടുള്ള ഉപയോഗം ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെ ഞാൻ ഒരു കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. അത് കണ്ടാലറിയാം നല്ല ചുക്കി ചുളിഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ കറണ്ടൊക്കെ പോയാൽ ഉള്ള ഒരു സമയത്ത് ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കണ്ടാലറിയാം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ ചുളിവൊക്കെ എത്ര പെട്ടെന്നാണ് നിവർന്ന് വരുന്നത്. നല്ല അയൺ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ
നമ്മുടെ തുണിയൊക്കെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് രാവിലെ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടേലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ കറണ്ട് വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാണ്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് തുണികളൊക്കെ അയൺ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. നമ്മൾ ഈ ഇടികല്ല് എന്തിനാണ് ഉള്ളിൽ വെച്ച് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് നേരത്തേക്ക് നമ്മൾ ആ ഒരു ഇടികല്ല് വെച്ചിട്ടാണല്ലോ നമ്മൾ വെള്ളം ചൂടാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഇടികല്ല് കൂടെ ചൂടായിട്ടുണ്ടാവും. ഒരുപാട് നേരത്തേക്ക് നമുക്ക് ആ ഒരു ചൂട് നിൽക്കുകയും ചെയ്യും. കുറേ വസ്ത്രങ്ങൾ നമുക്ക് ഇതുപോലെ അയൺ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല രീതിക്ക് തന്നെ ചുളിവ് നീങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ വെള്ള വസ്ത്രങ്ങളൊക്കെ കോട്ടൺ വെള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ സാധാരണ അയൺ ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റിഫായിട്ട് കിട്ടാൻ വേണ്ടി ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കൊടുക്കുമ്പോൾ അവർ അയൺ ചെയ്ത് തരുമ്പോൾ നമ്മുടെ ഈ ഒരു ബെഡ്ഷീറ്റ്സൊക്കെ ആണെങ്കിൽ നല്ല സ്റ്റിഫായിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടാക്കാൻ അവർ ചെയ്യുന്നൊരു ടിപ്പാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ മാവിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിക്ക് അവർ ഡൈലൂട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ആ ഒരു വസ്ത്രങ്ങളിലേക്കൊക്കെ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്ത് അയൺ ചെയ്തെടുക്കുകയാണ് അവർ ചെയ്യാറ് സാധാരണഗതിയിൽ. അപ്പോഴാണ് നമ്മുടെ ഈ കോട്ടൺ ബെഡ്ഷീറ്റ്സും അതുപോലെ തന്നെ കോട്ടൺ ഷർട്ട്സൊക്കെ നല്ല സ്റ്റിഫായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ കടകളിൽ നിന്നൊക്കെ അയൺ ചെയ്ത് കിട്ടുന്ന പോലെ നമുക്കും ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഇതുപോലെ കോൺഫ്ലോർ മാവ് ഡൈലൂട്ട് ചെയ്ത് നന്നായിട്ട് ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ആക്കിയതിന് ശേഷം അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് കടയിൽ നിന്നൊക്കെ അയൺ ചെയ്ത് കിട്ടുന്നത് പോലെ നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു ടിപ്പാണ്. കളർ വസ്ത്രങ്ങളിൽ അത് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം ആ ഒരു വെള്ളപ്പ് തനിച്ച് കാണാൻ കഴിയും. വെള്ള വസ്ത്രങ്ങളിലാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിഫായിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് വളരെ പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.